ഈ പഹയൻ മേടിച്ചുകൊണ്ട് പോയിട്ട് വർഷങ്ങളായി, ഇന്നും തന്നിട്ടില്ല. ഈ ജഗടയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെക്കണം, പിന്നെ തന്നിട്ടേ ഇല്ല. അത് രവിയുടെ കൈവശം ഇപ്പോഴും ഇരിക്കും. പിന്നെ ഒറ്റ ആശ്വാസം രവിയുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. പരാജയപ്പെടുന്നതിൽ അന്നും യാതൊരു ഉളുപ്പുമില്ല, ഇന്നും ഇല്ല. ഒന്നുകിൽ എൻ്റെ കാമുകിയായിരിക്കും, എൻ്റെ ഭാര്യയായിരിക്കും, അങ്ങനെയാണ്. കാരണം അവൻ നല്ല കോമളനായ ഒരു ബാലനായിരുന്നു കാണാൻ. എൻ്റെ ക്യാൻറ്റീനിലും മെസ്സിലും ഒക്കെ പോകുമ്പോൾ കാശില്ലെങ്കിൽ 2 രൂപ താടാന്നൊക്കെ പറഞ്ഞ് പോവുകയും തിരിച്ചതുപോലെ കൊണ്ട കൊടുക്കുകയും വേണ്ടാന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ബന്ധമാണ് ഇപ്പോഴും. പ്രശസ്തനായ അച്ഛൻ്റെ പ്രശസ്തനായ മകൻ ആണോ? അല്ലേ? ആണോ? തീർച്ചയായും. എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ അച്ഛനെ 13 വർഷമായി അദ്ദേഹം മരിച്ചിട്ട്. അപ്പോൾ കണ്ടപ്പോൾ ആ ഓർമ്മകളിലേക്ക് അങ്ങ് പോയി. അച്ഛൻ്റെ പേരിലാണ് ആ റോഡ്, ജഗതി എൻ കെ ആചാര്യ റോഡ്. കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ നഗരസഭ അദ്ദേഹത്തിന് ആദരസൂചകമായി കൊടുത്തതാണത്. ആ വീട് ഞാൻ ജനിച്ച് വളർന്ന് പഠിച്ച വീടാണത്, എൻ്റെ തറവാട്. ഓക്കെ. സാറിന് കൂടെ പിറന്നവർ എത്ര പേരുണ്ട്? എനിക്ക് താഴെ ഒരു ബ്രദർ കൃഷ്ണകുമാർ. ഓക്കെ. അതിൻ്റെ താഴെ ഒരു അനിയത്തി ജമീല. ഇപ്പോൾ ജമീല കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥയാണ്. സഹോദരൻ ഒരു കമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അവിവാഹിതനാണ്. സഹോദരിയുടെ കൂടെയാണ്. ഞങ്ങൾ 3 പേരാണ്. 3 പേര്. സാർ സാറുടെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കിയത് താങ്കൾ ചെറിയനാട് എന്ന് പറയുന്ന സ്കൂളിലാണ്. അത് 5ാം ക്ലാസ് മുതൽ. 5ാം ക്ലാസ് മുതലേ 5th. കാരണം എൻ്റെ തുടക്കം 1st സ്റ്റാൻഡേർഡ് ടു 4th സ്റ്റാൻഡേർഡ് ഞാൻ പഠിച്ചതിൻ്റെ വീടിനടുത്തുള്ള ജഗതി പ്രൈമറി സ്കൂൾ. അത് വെർണാക്കുലർ സ്കൂൾ എന്നാണ് ആദ്യം അതിൻ്റെ പേര്. ബ്രിട്ടീഷുകാരാണ് കേരളത്തിലുള്ളവർക്ക് മലയാളം പഠിക്കാൻ വേണ്ടി, റീജിയണൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി അവരാണ് അത് നിർമ്മിച്ചത്. അവിടെ എൻ്റെ അച്ഛനും അവിടെയാണ് പഠിച്ചിരുന്നത്. 4ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി ഞാൻ വേറെ സ്കൂളുകളിലേക്ക് പോയി. ഇന്നത്തെ നിയോജക മണ്ഡലം അവിടെയാണ്. അവിടെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി KK ആൻ്റണി അടക്കം MM ഹസൻ അടക്കം ഞാൻ ഒക്കെ സ്ഥിരമായി വോട്ട് ചെയ്യുന്ന അവിടെ ഞങ്ങളുടെ പോളിംഗ് ബൂത്ത്. ഇപ്പോഴും സ്കൂളിൽ തിരിച്ചു പോകേണ്ടത്. ഇപ്പോഴും സ്കൂളിൽ പോവാണ്. എന്നിട്ടും വിവരം വെച്ചിട്ടില്ല എന്നുള്ള വേറെ വിഷയം. ആദ്യം കാണിച്ച സ്കൂള് ചെറുനാട് സ്കൂളാണ്, ദേവസ്വം ബോർഡ് ജഗതിയിലാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പ്രൊമോഷനായി ട്രാൻസ്ഫറായി അദ്ദേഹം പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ പഠിത്തം വലിയ പ്രശ്നമായിട്ട് വന്നു. അന്ന് ഇംഗ്ലീഷ് മീഡിയം ഒന്നും വളരെ അധികമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടി എൻ്റെ അമ്മാവനോടൊപ്പം ചെറുനാട് സ്കൂളിൽ 5th and 6th സ്റ്റാൻഡേർഡ്. അവിടെ നിന്നാണ് ഞാൻ വാസ്തവത്തിൽ നമ്മൾ ഇന്ന് സിനിമയെ കാണുന്ന പല കഥാപാത്രങ്ങളെ, കൃഷിക്കാർ, ഈ കന്നുപൂട്ടുന്നവർ, കരിമ്പ് വെട്ടുന്നവർ, മത്സ്യക്കച്ചവടക്കാർ, ഈ മുറുക്കാൻ പീടികക്കാർ, ഈ ചായക്കടക്കാർ, റേഷൻ കടക്കാർ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിൽക്കാലത്ത് പ്രതിനിധീകരിച്ച നിരവധി കഥാപാത്രങ്ങളെ ഈ ചെങ്ങന്നൂർ ചെറുനാട് ഗ്രാമപ്രദേശത്ത് നിന്നാണ് കണ്ടുമുട്ടിയത്. ഇംഗ്ലൂഡിൽ മീശ മാധവനിലെ കാർന്നോര വരെ ഞാൻ ചെറുനാട്ടിൽ നിന്നാണ് ഞാൻ ഒപ്പിയെടുത്തത്. അവിടുത്തെ ഒരു റേഷൻ കട ഉടമസ്ഥൻ തന്നെയാണ്. ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ ഈ രൂപം ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയല്ല, അവിടെ വെച്ചാണ് എൻ്റെ ആദ്യത്തെ രംഗപ്രവേശം. അതായത് നാടകം, ഒരു ബാലനടനായിട്ട് നാടകം കളിക്കുന്ന അവിടെയാണ്. ഓണമുണ്ടും ഓടക്കുഴലും എന്നാണ് പിന്നെ നാടകത്തിൻ്റെ പേര്. അപ്പോൾ ബാലനടനായിട്ടാണ് അവിടെ അഭിനയിച്ചു. മറ്റെല്ലാ അധ്യാപകരാണ്. താങ്കളുടെ ഒരു അരങ്ങേറ്റം എന്ന് നമുക്ക് പറയാം. അരങ്ങേറ്റമല്ല ആണ്. എനിക്കതിനെപ്പറ്റി യാതൊരു, അന്നൊന്നും ഞാനൊരു സിനിമ നടനാകുന്ന ധാരണയൊന്നുമില്ല. പക്ഷേ ഏതോ ഒരു സാറ്, മലയാള സാർ, രവീന്ദ്രൻ മാഷ്, ശ്രീനിവാസൻ, 2 പേര്, ഈ ചെക്കൻ കൊള്ളാം, അഭിനയിക്കും. അവർ പ്രത്യേകിച്ച് കണ്ടത് ജഗതി എൻ കെ ആചാര്യ എന്ന് പറയുന്ന നാടകത്തിൻ്റെയും സാഹിത്യകാരൻ്റെ മകനല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു വാസന കാണാതിരിക്കലെന്നൊരു ഊഹത്തിലാണ് അവരെന്നെ ആ നാടകത്തിലേക്ക് എടുത്തത്. ഒരു ബൈറ്റ് കൂടെ കാണാം ചെറിയനാട് സ്കൂളുമായി ബന്ധപ്പെട്ട്. 1960 65 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അമ്പിളി ഇവിടെ പഠിച്ചിരുന്നത്. ശ്രീനിവാസ സാർ സ്കൂൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ശ്രീമന്ദിരം KPയുടെ ഓണമുണ്ട് ഓടക്കുഴലും എന്ന് പറയുന്ന നാടകം അവിടെ അഭിനയിച്ചു. അന്ന് ഒരു 6 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെ വേഷമാണ് ശ്രീകുമാർ കെട്ടിയത്. വളരെയധികം നിർബന്ധിച്ചു. ഹെഡ് മാസ്റ്ററും എല്ലാം പറഞ്ഞിട്ടും കേൾക്കാതെ ഒരു ക്ലാസ് ടീച്ചറായിട്ടുള്ള ഞാൻ പറഞ്ഞു, ജഗതി എൻ കെ ആചാര്യയുടെ മകനാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മകൻ
ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറമോട്ട് പോകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മനസ്സില്ല മനസ്സോടാണ് അമ്പിളി അത് സമ്മതിച്ചത്. താങ്കൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണ്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് ശ്രീനിവാസൻ സാറാണ് ഈ സംസാരിച്ചത്. അതെ അതെ, അദ്ദേഹം പറഞ്ഞു മനസ്സിലാ മനസ്സോടുകൂടിയാണ്. ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നിരിക്കാം, അതാണല്ലോ അദ്ദേഹം പറയുന്നത്, എൻ്റെ അധ്യാപകനല്ലേ. അതെ അതെ. പക്ഷെ അത് വിജയിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. സഭാകമ്പമില്ലാതെ ഡയലോഗൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ഓണത്തെ സംബന്ധിക്കുന്ന ഒരു നാടകമാണ്. അതാണ് എൻ്റെ കന്നി പ്രവേശം. അഭിനയം തുടങ്ങുന്നത് ആ സ്കൂളാണ്. അതുകൊണ്ടാണ് ആ സ്കൂളിന് എനിക്ക് വലിയ ആദരവും ആ സ്കൂളിനോട് ബഹുമാനവും. അതിൻ്റെ 100ാം വർഷം തികയ്ക്കുന്ന സമയത്ത് എന്നെയാണ് ഗസ്റ്റായിട്ട് വിളിച്ചത്. അതൊരു നടൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവമാണ്. കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ നാടകം അഭിനയിച്ച സ്കൂളിൽ പിൽക്കാലത്ത് സിനിമാ താരം എന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ആ സ്കൂളിൻ്റെ 100ാമത്തെ വർഷത്തിൽ എന്നെ അഭിനയിപ്പിച്ച അധ്യാപകർ വയസ്സായി എൻ്റെ മുൻപിലിരിക്കുന്നു. സിനിമാ താരം ജഗദീഷ് കുമാർ എന്നാണ് നോട്ടീസിലിട്ടിരുന്നത്. അതൊക്കെ ഒരു നടൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവങ്ങളാണ്. അതാണ് ആ സ്കൂളിലുള്ളത്. രണ്ടാമത് കാണിച്ചതാണ് മോഡൽ സ്കൂൾ. അത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സ്കൂളാണ്, ട്രിവാൻഡ്രം. അവിടെ നിന്നാണ് ഞാൻ 6th സ്റ്റാൻഡേർഡ് ടു 10th വരെ പഠിച്ചത്. ഇതിലൊരു വർഷം ഞാൻ മദ്രാസ് സെയിൻറ്റ് ഡൊമിനിക് സേവിയോ സ്കൂളിൽ പോയി പഠിച്ചു. ഇംഗ്ലീഷാണ് മീഡിയം. അപ്പോൾ അതുവരെ ഈ ജഗതി സ്കൂളിലും ചെറുനാട്ട് സ്കൂളിലും മലയാളം മാത്രം പഠിച്ചിരുന്ന എന്നെ ആ ക്ലാസ്സിൽ കൊണ്ടിരുത്തപ്പോൾ ഏതാണ്ട് എള്ളിൽ വീണ ഒച്ചു പോലത്തെ ഒരു അവസ്ഥയായി. കൂട്ടുകാരായിട്ടും ആരുമില്ല, ഇതുപോലെ അഭിനയിക്കാനുള്ള അവസരങ്ങളും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ സ്വതവേ ഒരു എന്താ പറയുക, ഒതുങ്ങിപ്പോയി എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ വളരെ മോശമായിട്ട് ആ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും ഞാൻ വന്ന് മോഡൽ സ്കൂളിൽ 6ാം ക്ലാസ് പോലും വീണ്ടും പഠിച്ചു. മോഡൽ സ്കൂളിൽ വെച്ചാണ് ഈ പറഞ്ഞ പോലെ ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയ്ക്കുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത്. അധ്യാപകരുടെ പ്രോത്സാഹനം, പ്രത്യേകിച്ച് മലയാളം അധ്യാപകരുടെ പ്രോത്സാഹനം. ഒരു ഗണപതി അയ്യർ സാറെന്നൊരു സാറുണ്ട്, കൃഷ്ണമൂർത്തി സാറുണ്ട്, പിന്നെ ഗോപിനാഥ് സാറുണ്ട്. പലരുമൊക്കെ മരിച്ചു. അവരെല്ലാം ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ മിസ്റ്റർ CM ഫിലിപ്പ്, ഈ പറഞ്ഞ രവി വള്ളത്തോൾ. മിക്കവാറും രവി വള്ളത്തോളാണ് സ്ത്രീ വേഷം ഏത് നാടകത്തിലും. ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളാണ്. അപ്പോൾ മിക്കവാറും അമച്വർ പല നാടകങ്ങളും സ്കൂൾ ഡേക്കും കലാമത്സരങ്ങളിലും ഇപ്പോൾ ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, ഈ പറഞ്ഞ പോലെ ഏകാംഗ നാടക മത്സരം, പാട്ട്, അക്ഷരശ്ലോകം, പ്രസംഗ മത്സരം, ഇതിനൊക്കെ ചേരും. സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. 10 ഐറ്റം ഉണ്ടെങ്കിൽ 11ാമതൊരു ഐറ്റം ഉണ്ടോ ചേരാൻ എന്നാണ് എൻ്റെയും രവിയുടെയും ചിന്ത. പരാജയപ്പെടുന്നതിൽ അന്നും യാതൊരു ഉളുപ്പുമില്ല, ഇന്നുമില്ല. ആ കിട്ടട്ടെ എന്നുള്ള ഒരു ഫിലോസഫിയുള്ള എന്നെ സംബന്ധിച്ച് അന്ന് പോലെ അങ്ങനെയാണ്. അപ്പോൾ അതിന് അഭിനയത്തിനൊക്കെ ഏകാഭിനയത്തിന് പ്രസംഗ മത്സരം, നാടക മത്സരം, ഡ്രോയിങ് ഭംഗിയായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു ഞാൻ. സ്കൂളോടുകൂടി വരയിൽ നിന്നു. സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് പേപ്പറിലുള്ള വര നിർത്തിയിട്ട് തലവര അനുസരിച്ച് എനിക്ക് പോകേണ്ടി വന്നു. ഈ മോഡൽ സ്കൂളിലെ താങ്കളുടെ ആത്മസുഹൃത്തിന് താങ്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓർമ്മയുണ്ടോ? സ്കൂൾ നാടകം ആദ്യം തുടങ്ങിയത് നമ്മളൊന്നിച്ച് KG സേതുനാഥിൻ്റെ ഓണപ്പതിപ്പിൽ വന്ന പുതുമാപ്പിള എന്നൊരു നാടകം നമ്മളെടുത്തുകൊണ്ട് വെച്ച് അതിൽ നായികയായിട്ട് ഞാനും എനിക്ക് കല്യാണാലോചനയുമായിട്ട് വരുന്ന ദല്ലാളായിട്ട് ശ്രീയും അഭിനയിച്ചു. ആ നാടകം നല്ല പേരുണ്ടാക്കി. അതിനുശേഷം നമുക്ക് ഒരുപാട് നാടകങ്ങൾ 10ാം ക്ലാസ്സിനുള്ളിൽ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ അവസാനം നാടകം കളിച്ച് നമുക്ക് മാർക്കൊക്കെ ഫസ്റ്റ് ക്ലാസ്സിന് വളരെ കുറവായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല നമുക്ക് 2 പേർക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ 2 പേരുടെയും അച്ഛന്മാർ പറഞ്ഞു, കോളേജ് അഡ്മിഷൻ താനേ മാർവാനിസ് കോളേജിൽ പോയി വാങ്ങിച്ചാൽ മതി, ഞങ്ങളാരും വരുന്നില്ല എന്ന്. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ നാലാഞ്ചിറയിൽ ബസ് ഇറങ്ങി ഒരു 1.5 മൈലോളം ഉണ്ട് മാർവാനിസ് കോളേജിലോട്ടുള്ള വഴി. നടന്നു പോയതൊക്കെ ഓർമ്മയുണ്ടോ ശ്രീക്ക്? അന്ന് നമ്മൾ മുകളിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പണിക്കരച്ചനാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ, ഭയങ്കര കണിശക്കാരനാണ്, വലിയ ദേഷ്യമുണ്ട്, ചൂരൽ വടി എപ്പോഴും കൊണ്ട് നടക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മളെ സ്വീകരിച്ച സ്റ്റുവർട്ട് സാർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറാണ്. അദ്ദേഹം നമ്മളെ സ്വീകരിച്ച് പ്രിൻസിപ്പാളിൻ്റെ അടുത്തോട്ട് കൊണ്ടു ചെന്നപ്പോൾ തന്നെ അദ്ദേഹം തലപൊക്കി വല്ലാത്ത ഒരു രൂക്ഷമായ നോട്ടം നോക്കി. എന്താ ഗാർഡിയൻസ് ആരും വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു അച്ഛൻ സെമിനാറിലാണ് എന്ന്. 2 പേരും ഒരേ കാര്യം തന്നെ പറഞ്ഞു. അതൊന്നുമല്ല കാര്യം. പ്രിൻസിപ്പൽ സ്റ്റുവർട്ട് സാറിനോട് പറയുകയാണ്, അതൊന്നുമല്ല കാര്യം, യവന്മാർ അലവലാദികളാണ്, അതുകൊണ്ടാണ് കൂടെ അച്ഛന്മാർ വരാത്തത്. ഇതേ നോക്കിക്കോ, ഇവിടെ എങ്ങാനും കൊടി പിടിക്കുകയോ വല്ല ഹീജയെ വിളിക്കുകയോ ഒക്കെ ചെയ്ത അന്ന് ഞാൻ ഈ അച്ഛന്മാരെ വരുത്തും എന്നും പറഞ്ഞ് വിരട്ടിയാണ് നമുക്ക് അഡ്മിഷൻ തന്നത്. ക്ലാസ്സിൽ നിന്ന് ശ്രീ എന്തു പറഞ്ഞാലും
ആൺകുട്ടികളും പെൺകുട്ടികളും ഉറക്കെ ചിരിക്കുക. സാറ് അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും മറന്ന് ചിരിക്കാറുണ്ടായിരുന്നു. ഒരു തവണ നമ്മുടെ സോമൻ നിത്യവും വൈകി വരും. അപ്പോൾ കോച്ച് സാർ അയാളെ കണ്ടിട്ട് അയാളെ അകത്തോട്ട് കയറ്റാൻ നിന്നപ്പോൾ ശ്രീ പതുക്കെ എണീറ്റ് നിന്ന് ബാക്കിൽ നിന്ന് പറഞ്ഞു, സാർ പാവമാണ് സാർ സോമൻ, അയാൾക്ക് 2 കുട്ടികളുണ്ട് സാർ, അവരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകണോണ്ടാണ് എന്നും ഇങ്ങനെ വൈകണത് എന്ന് പറഞ്ഞപ്പോൾ ഹോൾ ക്ലാസ് സാറ് ചിരിക്കാതെ ഇരിക്കാൻ നോക്കിയെങ്കിലും സാറ് പൊട്ടി ചിരിച്ച അവസാനം സോമൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ വേല ചൂണ്ടി പറഞ്ഞു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി. ഇതൊക്കെ ഇന്നലത്തെ പോലെ ഓർക്കും. അങ്ങനെയുള്ള ആ നല്ല കാലം കഴിഞ്ഞ് നമ്മൾ കോളേജ് വിട്ട് വരുമ്പോൾ ശ്രീക്ക് ഓർമ്മയുണ്ടോ, പ്രിൻസിപ്പാളായിരുന്ന പണിക്കരച്ചൻ നമ്മൾ 2 പേരെ 2 കയ്യിൽ ഒതുക്കി പിടിച്ചിട്ട് പറഞ്ഞു, പിള്ളേരെ നിങ്ങൾ ഇവിടെ പഠിച്ചത് മതിയായില്ല, എനിക്ക് ഇത്രയും നല്ലൊരു കാലഘട്ടം ഈ മാറി വാനീസ് കോളേജിന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ യാത്ര അയച്ചത് എന്നും ഓർക്കുന്നു. ഗാർഡിയൻ ഇല്ലാതെ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ മേടിച്ചു എന്ന് പറയുന്ന ഒരു കുറവല്ല. സെമിനാറിന് പോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ല, ഈ സ്കൂളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചൊക്കെ നടക്കുന്നുണ്ട്, മാർക്കൊക്കെ പലപ്പോഴും കുറവാണ്. അപ്പോൾ അന്ന് ഇവാനീസ് പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് കോളേജിൽ മിനിമം മാർക്ക് വേണം. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് പണ്ടും ശാസ്ത്ര വിഷയങ്ങളോട് വലിയ താല്പര്യം, സുവോളജി, ബോട്ടണി, അതിന് ഏറ്റവും കൂടുതൽ മാർക്കുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനാണ് വെച്ചാൽ പള്ളിയിൽ നമ്മുടെ പിന്നെ പ്രിൻസിപ്പൽ അച്ഛനാണ് ഡോക്ടർ ഗീവർഗീസ് പണിക്കർ. അദ്ദേഹമാണ് എനിക്ക് വിഷയം തീരുമാനിക്കുന്നത്. നീ സയൻസിൽ മിടുക്കനാണെന്ന് തോന്നുന്നു, നിനക്ക് ബോട്ടണി വേണോ സുവോളജി വേണോ? അപ്പോൾ എനിക്ക് ഈ പ്രകൃതിയോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഞാൻ ബോട്ടണിയാണ് എടുത്തത്. അപ്പോൾ അന്ന് പലരും കളിയാക്കി പെണ്ണുങ്ങളുടെ വിഷയമാണത് എന്നാണ് പറയുന്നത്. അതായത് ഈ പുല്ലിനെ പറ്റി പഠിക്കുക എന്നുള്ളത് സ്ത്രീകളുടെയാണ്, ലേഡീസ് സബ്ജക്റ്റാണ്. പക്ഷേ എനിക്കതിനോട് താല്പര്യം തോന്നി ബോട്ടണി, കാരണം കൂടുതലും പെൺകുട്ടികളാണ് ക്ലാസ്സിൽ. പിന്നെ ഈ കലാപരമായ പ്രവർത്തനത്തിലൂടെ എങ്കിലും പഠിത്തത്തിൽ പിന്നോട്ടാകരുത് എന്ന് ശ്രദ്ധിച്ചാണ് ഈ ബോട്ടണിയിൽ ഈ പറഞ്ഞ ഹൈ സെക്കൻഡ് ക്ലാസ് എനിക്കും രവിക്കും ഹയർ സെക്കൻഡ് ക്ലാസ്സാണ്. ആ വിഷയത്തിൽ അങ്ങനെ ഒരു സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് 2 ഫസ്റ്റ് ക്ലാസ്സും 2 ഹൈ സെക്കൻഡ് ക്ലാസ്സുമേ ഉള്ളൂ. അതൊന്ന് എനിക്കും ഒന്ന് രവിക്കുമായിരുന്നു. അപ്പോൾ ഏതാണ്ട് അഭിനയത്തിനെക്കുറിച്ച് സ്റ്റേജിനെക്കുറിച്ചൊക്കെ ഒരു നല്ല ഒരു ധാരണ ഈ മാറി വാനീസ് കോളേജിലെ വേദിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ലയൺസ് ക്ലബ്ബിലൊക്കെ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അധ്യാപകർ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലയൺ ബാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അദ്ദേഹം നിരവധി ലയൺസ് ക്ലബ്ബിൽ ഞങ്ങൾ 2 പേരെയും കൊണ്ട് പ്രോഗ്രാമിന് വേദികൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ യാത്രയിലേക്ക് രവി സാറും കൂടെയുണ്ട്. മിക്കവാറും ഒന്നുകിൽ എൻ്റെ കാമുകിയായിരിക്കും, എൻ്റെ ഭാര്യയായിരിക്കും, അങ്ങനെയാണ്. കാരണം അവൻ നല്ല കോമളനായ ഒരു ബാലനായിരുന്നു കാണാൻ. ഇപ്പം തന്നെ കണ്ടില്ലേ, സുന്ദരനല്ലേ? പക്ഷെ അന്നപ്പോൾ ഒരു 10, 12, 13, 14 വയസ്സിലൊക്കെ 15 വയസ്സിലൊക്കെ പെണ്ണുങ്ങൾ സുന്ദരിയായിരുന്നു. പിന്നെ സ്ത്രീയുടെ മേക്കപ്പ് ഇട്ടാൽ സ്ത്രീകൾ തോറ്റുപോകുന്നുള്ള. രവിയുടെ ആൽബത്തിൽ തന്നെ കാണും രവി സ്ത്രീവേഷം കെട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ, അതവൻ കാണിച്ചിട്ടില്ല. അത് തന്നെ സാർ. ഉണ്ടോ? അതെ, ഉണ്ട്. ആഹാ, ഇതൊക്കെ ഞാൻ എന്നാ കാണാം. ശ്രീ, പിന്നെ നമ്മളെ കോളേജ് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് എൻ കൃഷ്ണപിള്ള സാറിൻ്റെ പേരിലുള്ള ട്രോഫിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു നാടകം കളിച്ചു, PR ചന്ദ്രൻ്റെ. പ്രായമായ ഒരു പ്രണയത്തിൻ്റെ കഥ ആയിരുന്നു അത്. നീ ഞാനും ചേർന്നാണ് അഭിനയിച്ചത്. അതിൽ ഏറ്റവും നല്ല നടൻ ഫീമെയിൽ റോൾ എനിക്കും മെയിൽ റോൾ ശ്രീക്കും കിട്ടി. അതിൻ്റെ ഒരു പടം എടുത്തു വെച്ചിരുന്നു. ആ പടത്തിൻ്റെ പേരിൽ നിൻ്റെ വീട്ടിൽ ചില ചകടയൊക്കെ ഉണ്ടായത് എനിക്കറിയാം. പടം ഓർമ്മയുണ്ടോ? ഇതാ. ഞാനൊരു ലെഫ്റ്റനൻ്റ് കേണൽ മകളെ കൊണ്ടുപോകാൻ വരികയാണ് വീട്ടിലേക്ക്. മകളായിട്ടാണ് രവി അഭിനയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ പിരിഞ്ഞ് വേറൊരു കവിയുടെ കൂടെ ഒളിച്ചോടി. ഈ നിരാശനായ ഭർത്താവ് നേവി ചേർന്നു. നേവി ചേർന്ന ശേഷം വർഷങ്ങൾ കഴിഞ്ഞ ശേഷം 10-18 വർഷത്തിന് ശേഷം മകളുണ്ടെന്നും പറഞ്ഞ് അന്വേഷിച്ച് വരുന്നതും ഈ മകളെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അമ്മയ്ക്കും അമ്മയുടെ 2ാമത്തെ ഭർത്താവിനും. മകൾക്ക് അച്ഛൻ വേണോ, അമ്മ വേണോ, രണ്ടാനച്ഛൻ വേണോ, അതാണ് അതിൻ്റെ നാടകീയ മുഹൂർത്തം. അതിലെ ഒരു സ്റ്റില്ലാണ് ഇത്. എൻ്റെ കയ്യിലിരുന്ന സ്റ്റില്ലാണ്. ഞാൻ പോയി ഒരു കോപ്പി എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് ഈ പഹയൻ മേടിച്ചുകൊണ്ട് പോയിട്ട് വർഷങ്ങളായി, ഇന്നും തന്നിട്ടില്ല. എൻ്റെ പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഇത്തരം സ്റ്റില്ലുകളില്ല. അത് സാറിന് മനസ്സിലത് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്? അല്ല, അന്ന് കൊണ്ടുപോയതാണ്. അതാണ് ഇതിനെ സംബന്ധിച്ച് വീട്ടിൽ ചില ജഗഡാകളൊക്കെ ഉണ്ട്. ജഗഡ എന്നൊരു വാക്ക് ഞാൻ കിലുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജഗഡ അതെ, ഈ ജഗഡയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെക്കണം, പിന്നെ തന്നിട്ടേ ഇല്ല.
അത് രവിയുടെ കൈവശം ഇപ്പോഴും ഇരിക്കും. പിന്നെ ഒറ്റ ആശ്വാസം രവിയുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് താങ്കൾ നല്ല അയ്യോ അച്ഛൻ ഉണ്ട്, തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ TN ഗോപിനാഥൻ നായർ, എൻ്റെ അച്ഛൻ ജയദേനിക്ക് ആചാര്യ, എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോ ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു. ഇവർ വലിയ സുഹൃത്തുക്കളായിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്ത് മിക്കവാറും നാടകങ്ങളിലൊക്കെ എൻ്റെ അച്ഛൻ നാടകം എഴുതും, TN സാർ അഭിനയിക്കും, TN സാർ നാടകം എഴുതും, എൻ്റെ അച്ഛൻ അഭിനയം. എൻ്റെ അച്ഛൻ മിക്കവാറും ഹാസ്യ റോളുകളാണ്. അത് ആദ്യകാലത്തെ ഓൾ ഇന്ത്യ റേഡിയോ ശ്രോതാക്കൾക്ക് അറിയാൻ പറ്റും. ബാലലോകത്തിൽ ഈ നാടകങ്ങൾ കിട്ടും, ഈ ചരിത്ര നാടകങ്ങൾ. അങ്ങനെയാണ് ഈ ഭാഷാശുദ്ധി ഞങ്ങൾക്കൊക്കെ വന്നത്. ഇതിപ്പോൾ ഭാഷാശുദ്ധി ഇല്ലല്ലോ പലർക്കും. ഈ ഭായും ഒക്കെ ഒന്ന് തന്നെയാണല്ലോ പലർക്കും. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ, രാജാ കേശവദാസൻ, അങ്ങനെയൊക്കെയുള്ള നാടകങ്ങളിൽ പഴയ കാലത്തെ രാജകീയ ഭാഷയുണ്ട്. ആരുടെ തിരുമുഖം കാണിക്കാൻ കൽപ്പന കാത്തു നിൽക്കുന്നു, വരാൻ പറയൂ, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമുക്ക് വളരെ അന്നത്തെ കാലത്ത് അതേപോലെ തന്നെ എക്സ്പോഷറും വളരെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യം വേണ്ടേ. അപ്പോൾ 10-16 വയസ്സിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ കടിച്ച പൊട്ടാത്ത വാക്കുകളാണ് ഞങ്ങൾക്ക് ഈ യുവാക്കളുടെ പരിപാടിയിലൊക്കെ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ അന്നേ പഠിച്ചപ്പോൾ ഒരു വലിയ ട്രെയിനിങ് ആയിരുന്നു അത്. എന്തായാലും നമുക്ക് ഒരു ബൈറ്റ് കൂടെ ഉണ്ട്, അത് കാണാം. പിന്നെ എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ശ്രീയുടെ ഒരു മുഖം. എൻ്റെ അച്ഛന് നിന്നെ വലിയ കാര്യമായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ ശ്രീ ഒരു ദിവസം ഇവിടെ വന്ന് കയറി. വളരെ ഇതായിട്ട് ഒരു ഡിപ്രഷനിൽ കിടന്നിരുന്ന എൻ്റെ അച്ഛനെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടാണ് ശ്രീ പോയത്. അത് കഴിഞ്ഞ് വരാന്തയിലെത്തിയ ഉടൻ ശ്രീ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, രവി, ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. നിനക്ക് പൈസ ഉണ്ടായിരിക്കാം, നിൻ്റെ വീട്ടിലും ഒക്കെ പൈസ ഉണ്ടായിരിക്കാം, പക്ഷേ TN സാറിന് അസുഖം മാറുവാനുള്ള ഒരു വലിയ ചിലവ് വരുമ്പോൾ ദയവായി എന്നോട് ചോദിക്കണം. എനിക്ക് എന്തു ചെയ്യാനും അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് മടിയില്ല എന്ന് നിറകണ്ണുകളോടെ പറഞ്ഞ ആ ശ്രീ എൻ്റെ മനസ്സിലുണ്ട്. പണ്ടത്തെ ഇന്നത്തെ ഈ കാലത്ത് സൗഹൃദം, കോളേജ് സൗഹൃദം ഒക്കെ ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഓരോ സെപ്പറേറ്റ് യൂണിറ്റാണ്. പരസ്പരം അങ്ങോട്ടും പണ്ടും ഈ പറഞ്ഞ പോലെ ക്യാൻറ്റീനിലോ മെസ്സിലോ ഒക്കെ പോകുമ്പോൾ കാശില്ലെങ്കിൽ 2 രൂപ താടാന്നൊക്കെ പറഞ്ഞ് പോവുകയും തിരിച്ചതുപോലെ കൊണ്ട് കൊടുക്കുകയും വേണ്ടാന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ബന്ധമാണ് ഇപ്പോഴും. ഇപ്പോഴത്തെ സൗഹൃദങ്ങൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന. അദ്ദേഹം പറയുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാനിതൊന്നും എൻ്റെ ആത്മകഥയിൽ പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോഴത്തേക്ക് നമുക്ക് കേട്ടോണ്ടിരിക്കാനല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് രവിയുടെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ച ചില സത്യങ്ങൾ ഈ ഒരു സന്ദർഭത്തിലല്ലേ പറയേണ്ടത്. പക്ഷെ എന്തായാലും ഒരു സ്തുതിപാഠകനല്ലാതിരുന്നത് വളരെ നല്ലത്. അല്ല, ജഗദീഷ് കുമാർ എന്ത് വിചാരിക്കുന്നുണ്ട്, ജഗദീഷ് കുമാറിനെ അങ്ങ് സൂചിപ്പിച്ചു കളയാന്നുള്ള രീതി, അങ്ങനെ ഒരു സുഹൃത്തും എനിക്കില്ല. പിന്നെ പ്രൊഫഷണലായിട്ട് വന്നു കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ച് വിവിധ മുഖംമൂടികൾ അണിയേണ്ട ഒരവസ്ഥയാണ്. ഇപ്പം സിനിമയെ സംബന്ധിച്ച് സിനിമാ നടനായ ജഗദീഷ് കുമാറിന് ഒരുപാട് മാസ്കുകൾ അണിയണം. നമുക്ക് സിനിമയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് കോളേജ് പരിസരം ഞാൻ കടന്നുപോയി അറിയാതെ, കുട്ടി ക്ഷമിക്കും. ഇല്ല, എനിക്കിപ്പോഴും ആക്ച്വലി ആ കോളേജ് ജീവിതത്തിൽ തന്നെയാണ് കുറച്ചുകൂടെ നമുക്ക് ആ കോളേജിന്റെ കുറച്ച് വിഷ്വൽസ് കാണാം. തീർച്ചയായും. Class. Thank you.
ആ ക്യാൻറ്റീൻ കണ്ടപ്പോ തന്നെ സാറിന് മനസ്സിലായി. സ്ഥിരമായിട്ട് അവിടെ പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തുകൂടും. ഒന്ന് ഈ പറഞ്ഞ പോലെ, പിന്നെ ഞാൻ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥി ആയിപ്പോയി കുറച്ച് നേരത്തേക്ക്. അത് ആ ഓഡിറ്റോറിയം എന്ന് എഴുതി കാണിച്ച ബിൽഡിങ്ങിലായിരുന്നു ഈ പറഞ്ഞ നാടകങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചത്. പിന്നെ ആ ക്യാൻറ്റീനാണ് ഒരു ചെറിയ വിശ്രമ സങ്കേതം. ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവിടുന്ന് ആ മരത്തിൻ്റെ ചുറ്റും മാറി പോകത്തില്ല. കാരണം ഈ ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ്സിലേക്ക് വരുന്ന വിവിധ ക്ലാസ്സുകളിലെ കുട്ടികളെ കാണാം, പെൺകുട്ടികളെ ഇങ്ങനെ മാർച്ച് പാസ്റ്റ് പോലെ പോകും. അത് വെറുതെ ഇന്ന് കാണുക, വേറെ സംസാരിക്കാനുള്ള ധൈര്യമില്ല. ഇന്നത്തെ കുട്ടികളെപ്പോലെ സ്വാതന്ത്ര്യമൊന്നും ഞാൻ അനുഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് ദൂരെ നിന്ന് മാറിക്കാടുക, പോയാലൊരു ചെറിയ മന്ദസ്മിതം, അത്ര അതിനപ്പുറത്തൊന്നുമില്ല. ഇങ്ങനെ സുവോളജി പഠിക്കുന്നത് ഫസ്റ്റ് സുവോളജി, സെക്കൻഡ് സുവോളജി, അതിൽ തേർഡ് MSc-ക്കൊക്കെ പഠിക്കുന്ന ചേച്ചിമാർ വരും. എന്താടാ വായി നോക്കിക്കുന്നത്, പോയി ക്ലാസ്സിൽ പോയി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ ചേച്ചിമാർ. പേടിച്ചു. അപ്പം തന്നെ എല്ലാം പ്രീ ഡിഗ്രി ആയിട്ടുള്ളേ MSc-ക്കാർ ചേച്ചിയായി പറയുന്നത്, വേറെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കി പഞ്ചാര ഇറക്കാതെ. കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോ? കൂടെ പഠിക്കുന്ന മിണ്ടത്തില്ല. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പം പേടിയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകർ വല്ലതും പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വളരെ അപൂർവമായിട്ട് സംസാരിക്കുള്ളൂ. പെൺകുട്ടികൾ വിശ്രമിക്കുന്ന വെയിറ്റിംഗ് ഷെഡിൻ്റെ പരിസരത്ത്, ആ വെയിറ്റിംഗ് ഷെഡോ കഷ്ടകാലത്തിന് പ്രിൻസിപ്പൾ അച്ഛൻ്റെ ജനലിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ ഡോക്ടർ ഗീവർഗീസ് പണിക്കരച്ചൻ, അദ്ദേഹത്തിൻ്റെ ജനലിൽ നോക്കിയാൽ ഈ പെൺകുട്ടികളുടെ സർവ്വ അനക്കങ്ങളും വളരെ വ്യക്തമായിട്ട് കാണാം. ആ പരിസരത്ത് നിന്ന് വെറുതെ ചുറ്റിത്തിരിയുന്ന റോമിയോ ചെക്കന്മാരെയും അദ്ദേഹത്തിന് സ്പോട്ട് ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ കോറിഡോർ കഴിഞ്ഞാണ് ഈ ജനൽ. ആ ജനൽ ഇപ്പോൾ ഞാനിപ്പം കണ്ടു. അപ്പം അദ്ദേഹം അവിടെ നിന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹത്തിനെല്ലാം കാണാം താഴെ മുറ്റത്ത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിയൂണിനോട് പറയും, ഇതാ നിൽക്കുന്നവൻ എന്നെ വിളിക്കുമെന്ന് പറയും. അപ്പം തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് പിയൂൺ അച്ഛൻ പ്രിൻസിപ്പൾ വിളിക്കുന്നെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരുപാട് കള്ളം പറയും, ഞാൻ ക്ലാസ്സിലായിരുന്നു അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വന്നതാ. ലാസ്റ്റിലെ അച്ഛൻ പറയും, നീ അവിടെ നിൽക്കുന്നുണ്ടല്ലോടാ സ്വപ്പം മുമ്പ്, മേലല്ല അവിടെ നിൽക്കരുത് കേട്ടോ. വലിയ ശിക്ഷയൊന്നുമില്ല, വളരെ കർശന നിരീക്ഷണമായിരുന്നു. പിന്നെ ആകെ കൂടെ ഒരു എൻട്രി കിട്ടുന്നത് കോളേജ് ഇലക്ഷന് നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയിലിരിക്കുന്ന ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അകത്ത് പോയി നമുക്ക് വോട്ട് ചോദിക്കാം. ഏറ്റവും കൂടുതൽ സന്തോഷം. തോറ്റാലും ശരി, പണ്ടാരോടൊക്കെ തോറ്റാലും ശരി, അകത്ത് കയറി വോട്ട് ചോദിക്കാമല്ലോ. താങ്കൾ ഈ പറഞ്ഞ കോളേജ് നിമിഷങ്ങൾ ഇതിലും അപ്പുറം കുറച്ചുകൂടെ താങ്കൾക്ക് സന്തോഷകരമാക്കാൻ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാം. ഓ, വിജയലക്ഷ്മി. അദ്ദേഹം പറയുന്നു കോളേജിൽ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കളോട് സംസാരിക്കുകയേ ചെയ്യില്ല. കാരണം എന്തെങ്കിലും റെക്കോർഡ് ബുക്കൊക്കെ ചോദിക്കണമെങ്കിൽ മാത്രമേ സംസാരിച്ചിട്ടുണ്ട്. വിജയലക്ഷ്മി ചോദിച്ചു നോക്കിയാട്ടെ, ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊന്നും നമ്മുടെ കോളേജിൽ അന്ന് പ്രിൻസിപ്പൾ അനുവദിച്ചിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് മാത്രം. അതെ, പണിക്കരച്ചനെ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷെ നമ്മളെല്ലാം വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങേയറ്റം നമ്മളെല്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു കലാപരമായ കാര്യങ്ങൾ. പഠിക്കാൻ മിടുക്കിയായിരുന്നു, എന്നെ പോലല്ല. പഠിക്കാനും എടുക്കാനായിരുന്നു. ഡോക്ടറാവാൻ ഇരുന്ന ആളാണ്. പക്ഷെ ആകാൻ നമുക്ക് നല്ലൊരു കലാകാരൻ നഷ്ടപ്പെട്ടു പോയേനെ. ആകാനുള്ള സാഹചര്യം കിട്ടിയില്ല, അതിനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭരതനാട്യക്കാരിയാണ്. ഇന്റർ കോളേജ് കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം യൂത്ത് ഫെസ്റ്റിവലിൽ കേരള യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്ത് 1-ലധികം തവണ അസലായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ, അതായത് കോളേജ് പിരിഞ്ഞ ഒരിക്കല് ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് ഹസ്ബൻഡുമായിട്ട് സിനിമയ്ക്ക് വന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടു. അന്ന് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. പിന്നെ കുറേ കാലത്ത് അടുത്ത കാലത്ത് വിജയലക്ഷ്മിയുടെ ഹസ്ബൻഡും ഇളയ മകളും, ആൻഡ് ഷീ ഈസ് ഓൾസോ എ ഡോക്ടർ ഐ സപ്പോസ്, കണ്ടിട്ട് അവൾ എൻ്റെ അടുത്ത് വന്നു, അങ്കിളെ ഞാൻ ഇന്നാരുടെ മകളാണ്. അപ്പോൾ അയ്യോ അമ്മ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ, അല്ല അച്ഛനും ഉണ്ട് അടുത്ത്. അപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ എൻ്റെ അന്വേഷണം വിജയലക്ഷ്മി അറിയിക്കണം. മാഡം, എന്തായാലും മാഡത്തിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യം സാർ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്. ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ കൂടുതലും ഈ കലാപരമായ കാര്യങ്ങളിലേക്ക് സമയം കളയുന്നതുകൊണ്ട് പഠിത്തത്തിൽ അതെ. പക്ഷെ എന്നേക്കാൾ മിടിക്കുകയാണ് വിജയലക്ഷ്മി പഠിത്ത കാര്യത്തിലൊക്കെ. അന്നത്തെ കാലത്ത് ഒരു ഡോക്ടറിന് അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മാഡം ഒന്നും സംസാരിക്കില്ലല്ലോ. പറയാം, തീർച്ചയായിട്ടും പറയാം.
എന്നെ കുറിച്ച് പറയാൻ പറ്റും. ഞാൻ ഇതുവരെ ഇപ്പോൾ വിജയലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു, ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അത് പൂർണ്ണിമയ്ക്കും ചോദിക്കാം. നിങ്ങൾ ലേഡീസ് ആകുമ്പോൾ ലേഡീസിന്റെ കാര്യങ്ങൾ ചോദിക്കാവുന്നു. എറണാകുളത്ത് ഏത് ഹോസ്പിറ്റലാണ് മാഡം? ഞാൻ ഗവൺമെന്റ് സെക്ടറിലായിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു വിജയലക്ഷ്മിയൊക്കെ നമ്മുടെ ക്യാൻറ്റീനൊക്കെ കണ്ടു അവിടെ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ഇത്രയും ബിൽഡിംഗ് ഒന്നും ഇവിടെ. ഈ ഓഡിറ്റോറിയം പഴയ ഓഡിറ്റോറിയം തന്നെയാണ്. ഈ വിജയലക്ഷ്മിയൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അവിടെ. ഒരുപാട് നല്ല കലാകാരൻ. പക്ഷെ പുറമേ അറിയപ്പെട്ടത് ഞാനും ഇപ്പം തന്നെ മിസ്റ്റർ ടി എൻ ജേക്കബ് അവിടെ പഠിച്ചതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു വ്യക്തി നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കേണ്ടത് നോക്കാം. ശ്രീകുമാറിനെ എല്ലാവർക്കും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമാണ്. വളരെ നല്ലൊരു ജെന്റിൽമാൻ, നല്ല കുട്ടി, പെൺകുട്ടികളുടെ ഇടയിൽ നല്ലൊരു മതിപ്പായിരുന്നെന്ന്. ശ്രീകുമാറിൻ്റെ ഒരു നാടകം ഉണ്ടെങ്കിൽ അത് കാണാനായിട്ട് എല്ലാവരും, ഈവൻ ഹോസ്റ്റലിൽ നിന്ന് സിസ്റ്റർമാരുൾപ്പെടെ ആ നാടകം കാണാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഇന്ന് പണിക്കരച്ചൻ ഒരിക്കൽ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ശ്രീകുമാറിൻ്റെ നാടകം ഉള്ളപ്പോൾ അത് കാഴ്മ വെട്ടാതെ വന്ന് കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പണിക്കരച്ചൻ ഒരിക്കലും ഇത് കഴിഞ്ഞ നാടകത്തിന് സമയത്ത് ഇവനൊരു മഹാനായ നടനായി തീരുമെന്ന് ഒരാളിന്റെ കുറവ് ഫീൽ ചെയ്യുന്നു. ടി എം ജേക്കബ്, ജേക്കബിന്റെ സിസ്റ്ററാണ്. ഞങ്ങളൊക്കെ ഏലിയാമ്മ വിളിക്കുന്നത്. വിജയലക്ഷ്മി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏലിയാമ്മക്ക് എല്ലാ നാടകവും കാണാൻ പറ്റും. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഏലിയാമ്മയെ കാണുന്നത്. അതെ, ഏലിയാമ്മ ഞാൻ ഇപ്പോഴാണ് അതിനുശേഷം കാണുന്നത്. കോളേജ് വിട്ട ശേഷം കാരണം പിന്നെ പൊതു രംഗത്തൊന്നും അവരില്ല. ജേക്കബിനോട് ഞാൻ ചോദിക്കും, ഏലിയാമ്മ എങ്ങനെ ഇരിക്കുന്നു, ഏലിയാമ്മ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെ വിശേഷങ്ങൾ ജേക്കബിലൂടെയാണ് അറിയുന്നത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ ജേക്കബിൻ്റെ ഒരു അഭാവം എന്നെ വല്ലാതെ ഫീൽ ചെയ്യും. കാരണം ഞാൻ KSU പ്രവർത്തകനായിരുന്നു. ആദ്യമായിട്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു വിദ്യാർത്ഥി യൂണിയൻ അവിടെ സ്ഥാപിക്കുന്നത് ഈ ടി എം ജേക്കബാണ്. അന്ന് ആ പേരിൽ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നതും ജേക്കബാണ്. ആ മത്സരത്തിൽ ഈ ജേക്കബ് പരാജയപ്പെട്ടത് പല വേദികളിലും ജേക്കബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇലക്ഷന് ഒരാളെ തോൽപ്പിച്ചിട്ടുള്ളൂ, അത് ഈ ശ്രീകുമാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കുറിച്ച് വളരെ കൂടുതൽ പറയുമായിരുന്നു. എന്നോട് വളരെയധികം അടുത്ത ഒരു പിന്നെ നല്ല നടനുമായിരുന്നു അദ്ദേഹം സ്റ്റേജിൽ. എനിവേസ് കോളേജ് കാണുമ്പോൾ ഏത് ജനറേഷൻ ആയിക്കോട്ടെ മനസ്സിൽ ഓടിയെത്തുന്ന വാതോരാതെ പറയാനുള്ള ഓർമ്മകളാണ് അല്ലേ? തീർച്ചയായിട്ടും. വാതോരാതെ വിജയലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. ഞാനാണല്ലേ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. വിജയലക്ഷ്മി എന്ത് ചെയ്യുന്നു, വിജയലക്ഷ്മി ഭരതനാട്യക്കാരിയാണ്, വിജയലക്ഷ്മി മിടിക്കുകയാണ്, സമൃദ്ധ. എന്നെ കുറിച്ചൊന്നും ഞാൻ സമൃദ്ധനാണ് പറ, അല്ലെങ്കിൽ കാശിന് കൊള്ളാത്തവരാണ് ഞാനെന്ന് പറയാം. ഏലിയാമ്മ പറഞ്ഞല്ലോ, പഠിക്കാനും എടുക്കാനാണ്, സഹൃദയനാണ്, എല്ലാവരോടും വളരെ സന്തോഷത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കലാകാരൻ. കോളേജ് തലത്തിൽ തന്നെ അന്ന് ജഗതി ശ്രീകുമാർ ആയിട്ടില്ല, ഞങ്ങളുടെ ശ്രീകുമാർ. അന്ന് ഡോക്ടർ വിജയലക്ഷ്മി ആയിട്ടില്ല, അന്ന് ജഗതി എന്ന് പറഞ്ഞ അച്ഛനെയാണ് നമ്മൾ അറിയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഡോക്ടർ വിജയലക്ഷ്മി. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറുന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മയുണ്ട്. സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര തന്മയത്വം കൂടിയിട്ട് ഈസ് എ വെരി ഗ്രേറ്റ് സ്റ്റേജ് ആർട്ടിസ്റ്റ്. മിക്കവാറും ഡയലോഗ്സ് പറയുന്നത് കൂടിപ്പോവും. ബാക്ക് സ്റ്റേജിൽ വരുമ്പോഴും കൂടെ ഉള്ളതെന്ന് വഴക്ക് പറഞ്ഞു, നീ എന്നാ കയറി പറഞ്ഞു. ഞങ്ങൾക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റിയില്ലല്ലോ, എന്തായി കാട്ടിക്കൊടുന്ന്. തന്മയത്വം വന്നിട്ട് പലപ്പോഴും കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ട് സ്റ്റേജിൽ വരും. പക്ഷെ അവരെല്ലാം കവർ. പക്ഷെ ഞങ്ങൾക്ക് അറിയാലോ, അങ്ങനെ വളരെ ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ പെൺകുട്ടികളൊന്ന് നാടകത്തിൽ പങ്കെടുപ്പിച്ചുകൂടാ. പ്രിൻസിപ്പളിന്റെ അലിഖിത നിയമം. അല്ലെങ്കിൽ വിജയലക്ഷ്മിയൊക്കെ ഒന്ന് അഭിനയിക്കാൻ അല്ല, പെൺകുട്ടികളൊന്നും നീയൊന്നും അഭിനയിക്കാനൊന്നും വിളിക്കണ്ട, അതുങ്ങൾ പഠിത്തം കഴിഞ്ഞ് ഹോസ്റ്റലിലോ വീടുകളിലോ പോയിക്കോട്ടെ. ആണുങ്ങളൊക്കെ തിരുപ്പനോ ഒക്കെ വെച്ച് കെട്ടി പെണ്ണായാൽ മതി, അങ്ങനെയുള്ള നാടകം മതി ഇവിടെ. അതുകൊണ്ട് ഞാൻ വാതിലങ്ങ് അടഞ്ഞു. Anyways, thank you so much, madam. വളരെയധികം സന്തോഷം. താങ്ക് യു വിജയലക്ഷ്മി.